നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. പാലക്കാടും മലപ്പുറം ഉൾപ്പെടെ 10 ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. മഴയ്ക്കൊപ്പം വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും. ചെറുപ്പശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. വീട്ടമ്മയ്ക്ക് പരിക്ക്. മറ്റൊരു വീടിന്റെ ചുമർ മഴയിൽ ഇടിഞ്ഞു വീണു. മണ്ണാർക്കാട് മുക്കണ്ണം ശിവക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം കടപുഴകി വീണു. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 120 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. 74 സർക്കാർ സ്കൂളുകളിലായാണ് ബാച്ചുകൾ അനുവദിച്ചത്. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലുമാണ് പുതിയ ബാച്ച്. മണ്ണാർക്കാട് തെന്നാരിയിൽ തെരുവ് നായ ആക്രമണം. 13കാരനുൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ കടിച്ചതായി നാട്ടുകാർ. ഒറ്റപ്പാലം കിടൂർ റോഡിലെ കുഴികൾ KRFB അടച്ചു തുടങ്ങി. പാതയുടെ നവീകരണത്തിനായുള്ള ടെൻഡർ ഈ മാസം 29-ന് ഓപ്പൺ ചെയ്യുമെന്നും അധികൃതർ. മലബാർ സിറ്റി ന്യൂസ് ഇംപാക്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെ DYFI നടത്തിയ മാർച്ചിനെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ ബഹളം. ഭരണകക്ഷി യുവജന സംഘടനയുടെ സമരത്തെ പരിഹസിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. വിഷയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ രൂക്ഷമായ വാഗ്വാദം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. പാലക്കാട്, മലപ്പുറം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ ചെറുപ്പശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. 14-ാം വാർഡിൽ ബ്രഹ്മദത്തൻ റോഡിൽ സുരേഷ് കുമാറിന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. സുരേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. വാർഡിലെ പാലക്കൽ സരോജിനിയുടെ വീടിന്റെ ചുമരും മഴയിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ബ്രഹ്മദത്തൻ റോഡിലെ ജാലമന സുരേഷ് കുമാറിന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം പൊട്ടി വീണ് നാശനഷ്ടം സംഭവിച്ചത്. ഒരു മരത്തിന് മുകളിലേക്ക് മറ്റൊരു മരം പൊട്ടി വീഴുകയും 2 മരങ്ങളും കൂടി വീടിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. ഓടിട്ട വീടിന്റെ മേൽക്കൂരയും ചുമരിന്റെ ഒരു ഭാഗവും തകർന്നു. മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്ന സുരേഷ് കുമാറിന്റെ ഭാര്യ 45 വയസ്സുള്ള രാധികയ്ക്ക് പരിക്കേറ്റു. വാർഡിൽ താമരക്കുളത്തിന് സമീപം താമസിക്കുന്ന പാറയ്ക്കൽ സരോജിനിയുടെ വീടിന്റെ ചുമരാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് സംഭവ സമയത്ത് ഉറങ്ങുകയായിരുന്ന ഇവർ വലിയ ശബ്ദം കേട്ട് ഉണർന്നപ്പോഴാണ് വീടിന്റെ അടുക്കളയിൽ ചുമരും മേൽക്കൂരയുടെ ഒരു ഭാഗവും തകർന്നു വീണതായി കാണുന്നത്. 78 വയസ്സുകാരിയായ സരോജിനി ഇളയ മകളുടെയും മരുമകന്റെയും കൂടെയാണ് ഈ വീട്ടിൽ താമസം. ഒരാഴ്ച മുമ്പ് ശക്തമായ കാറ്റിൽ സമീപത്തെ മരവും കടപുഴകി വീടിന് മുകളിൽ വീണിരുന്നു. ഭാഗ്യവശാൽ അന്ന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. കാലവർഷം കനക്കുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് സരോജിനി പറഞ്ഞു. വിളിച്ചാകുമ്പോൾ ഇങ്ങനെ വീട് അപ്പോൾ രാത്രി വിളിച്ചാൽ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 5 മണിയൊക്കെ കഴിഞ്ഞോ അപ്പോഴാണ് ചെത്ത കേട്ടൊന്നായിട്ട് ഞങ്ങൾ നീട്ടിട്ടില്ലമ്മ. അപ്പോഴാണ് നീട്ടിട്ട് പണിയെടുക്കാത്ത നടുമയക്ക് വീണേരുന്നു. പക്ഷേ ഞങ്ങൾ അപ്പോൾ നീട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ട് മകളോട് ചെന്തമാർ ചെത്തം കേട്ടിട്ട് അമ്മ നമ്മളെ വീട് പൊളിഞ്ഞതാ തോന്നുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ പൊളിഞ്ഞത് അപ്പം എനിക്ക് സങ്കടം വന്നമ്മ. ഞാൻ കച്ചിലോട് കരച്ചില്ല. അപ്പം അമ്മ ഉണ്ടാകുന്ന അമ്മ വേദന അതെന്നെ എന്തേലും ആവുമെന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു മൈലോന് ഇവിടെയൊക്കെ പോയി പറഞ്ഞു. ആദ്യം കൗൺസിലർ ഇവിടെ വന്നത് 15-ാം വാർഡിലെ ആ കുട്ടിയെ വന്നത്. ബാക്കി പൊളിയാ അതിനൊക്കെ കേടുന്നിറക്കൂടെ പോയി പോയി എപ്പോഴാണ് വീഴാന്നൊന്നും അറിയില്ല കേട്ടോ. ഒന്നൊക്കെ അറിയില്ലേ. ആ ഓടൊക്കെ പോയോണ്ട് പട്ടിയും വീടുണ്ടെങ്കിൽ നിൽക്കണു. എനിക്കറിയില്ല മകനെ, അറിയില്ല. ഒക്കെ പോയി മൂരൊക്കെ പോയി. മൂരയ്ക്ക് കമ്പി കൊടുത്തും കൂടി വീട് പോയാണ്. പേടി തന്നെയാണ് കുഞ്ഞ, പേടി തന്നെയാണ്. ശക്തമായ മഴയിലും കാറ്റിലും മരം പൊട്ടി വീണ് ബ്രഹ്മദത്തൻ റോഡിലെ സുരേഷ് കുമാറിന്റെ ഓടിട്ട വീടിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചുമരും മേൽക്കൂരയുടെ ഒരു ഭാഗവും തകർന്നു. സുരേഷ് കുമാറിന്റെ ഭാര്യ രാധികയ്ക്ക് നിസ്സാര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം. മണ്ണാർക്കാട് മുക്കണ്ണം ശിവക്ഷേത്രത്തിന് മുൻവശത്തെ ആൽമരം കടപുഴകി വീണു. സമീപത്തെ വീടുകളിലേക്കോ ക്ഷേത്രത്തിലേക്കോ വീഴാത്തതിനാൽ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രിയാണ് ആൽമരം വീണത്. മണ്ണാർക്കാട് താലൂക്കിലെ പുരാതന ക്ഷേത്രമായ മുക്കണ്ണം ശിവക്ഷേത്രത്തിന്റെ മുന്നിലെ തറകെട്ടിയ ആൽവൃക്ഷത്തിന് 300 വർഷം പഴക്കമുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അപകടങ്ങളൊന്നും സംഭവിക്കാത്തത് ഭാഗ്യമായെന്ന് ക്ഷേത്രം ഭാരവാഹി സച്ചിദാനന്ദൻ പറഞ്ഞു. ഇതിന്റെ മുൻവശമുള്ള ഈ ആലിനെ പഴമക്കാർ പറഞ്ഞു കേട്ടത് ഏതാണ്ട് 300 വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതിന് മുമ്പത്തെ തലമുറയ്ക്കും അത് എപ്പോഴാണ് വെച്ചതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരം അത് കടമുടങ്ങി വീണിരിക്കുകയാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ
ആളുകൾക്കോ വീടുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ ഒന്നും ഒരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല. റോഡിൽ ഗതാഗത സമരം ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ വേറെ യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടായില്ല. ഇത്രയും പുരാതനമായ ഒരു ആൽമരം കടപുഴങ്ങി വീണു എന്നുള്ളത് ഭക്തജനങ്ങളായ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം വരുന്ന ഒരു കാര്യമാണ്. രാത്രിയോടെ തന്നെ മണ്ണാർക്കാട് നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ചില്ലകൾ മുറിച്ചു മാറ്റി. മഴ കനത്തതോടെ ഭാരതപ്പുഴയും തൂതപ്പുഴയും നിറഞ്ഞു. ശക്തമായ ഒഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത്. പട്ടാമ്പി പാലത്തിന് തൊട്ടു താഴെ വരെ പുഴയിൽ വെള്ളം ഉയർന്നു. കനത്ത മഴയിൽ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. പട്ടാമ്പി പാലത്തിനോട് തൊട്ടു താഴെ വരെ പുഴയിൽ വെള്ളം ഉയർന്നു. ശക്തമായ കുത്തൊഴുക്കും പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട്. വെള്ളിയങ്കൽ റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തൂതപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല. തിരുവേഗപ്പുറയിൽ പുഴവെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കയറി തുടങ്ങി. തിരുവേഗപ്പുറ പൈതൃക പാർക്കിലേക്ക് വെള്ളം കയറി. വിളയൂരിലും പാടങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി. പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മണ്ണാർക്കാട് തെന്നാരിയിൽ തെരുവ് നായ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ കടിച്ചു. 78-കാരനായ തെന്നാരി പുളിക്കൽ കൃഷ്ണൻകുട്ടി, മുണ്ടോർച്ചി പ്രവീണിന്റെ മകൻ 13-കാരനായ അജിൽ എന്നിവർക്കാണ് കടിയേറ്റത്. അജിൽ ജില്ലാ ആശുപത്രിയിലും കൃഷ്ണൻകുട്ടി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. തിങ്കളാഴ്ച വൈകിട്ട് വീടിന് സമീപത്തു നിന്നാണ് അജിലിനെ നായ ആക്രമിച്ചത്. കൃഷ്ണൻകുട്ടിയെ ചൊവ്വാഴ്ച രാവിലെ കടയിലേക്ക് പോകുന്ന വഴി ചോലക്കുളത്തിന് സമീപം വെച്ച് നായ ആക്രമിക്കുകയായിരുന്നു. കയ്യിലും കാലിലും പട്ടി കടിച്ചു കീറി. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തിയാണ് പട്ടിയിൽ നിന്ന് രക്ഷിച്ചത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് കൃഷ്ണൻകുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ബന്ധു പറഞ്ഞു. പറഞ്ഞത് രാവിലെ പുറത്തേക്ക് പോണ ആള് പട്ടി കടിച്ചു പറഞ്ഞിട്ട് വിവരം കിട്ടിയത്. ഇങ്ങനെ കൃഷ്ണൻകുട്ടിക്ക് പട്ടി കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി, ഏഴത്ര മാങ്ങ കൊണ്ടുപോയി. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കൊണ്ടുപോയി. അവിടെ കാലിൻ്റെ അവിടെ കുറച്ചുണ്ട്, കയ്യിൽ നല്ലുണ്ട്. നായ്ക്ക് പേയിളകിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചത് ആശങ്ക പരത്തുന്നുണ്ട്. നഗരസഭാ പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് നിവേദനം നൽകിയതായി കൗൺസിലർ കമലാക്ഷി പറഞ്ഞു. ഇന്നലെ തെരുവു നായുടെ ആക്രമണം കൊണ്ട് ഒരു കുട്ടി, ചെറിയൊരു കുട്ടി, മുണ്ടോർച്ചി പ്രവീണിന്റെ കുട്ടി അജിൽ പറഞ്ഞൊരു കുട്ടിക്ക് കടിയേറ്റു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്ക് കൃഷ്ണൻകുട്ടി പുളിക്കൽ പറഞ്ഞ ഒരാള് ടൗണിലേക്ക് വരുന്നുണ്ട്, ചായക്കടയിലേക്ക് വരുന്ന ചായ കുടിക്കുക. അപ്പൊ പുള്ളിനും കടിച്ചു, ആകെ പറിച്ച് നാശാക്കിയിട്ടുണ്ട് കാല്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പട്ടികളെ ഇവിടെ കടിച്ചിട്ടുണ്ട്. പിന്നെ കെട്ടിയിട്ട നായ്ക്കളെയും കടിച്ചിരിക്കുന്നു. അപ്പൊ അവരൊക്കെ മൃഗാശുപത്രി കൊണ്ടുപോയിട്ട് സൂചി വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ അപ്പൊ തന്നെ ചെയർമാനെ എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മള് കുട്ടികൾക്കുള്ള മരുന്ന് നമ്മള് പാലക്കാട് എത്തിച്ചു തരാം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എത്ര ആൾക്കാരെ കടിക്കുന്നെന്ന് അറിയില്ല. പട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല. പട്ടി ഓടുന്നതാണ്, എവിടെ നിൽക്കണമെന്നില്ല. കണ്ടവരെ കടിക്കുക. ഇന്നലെ കോഴിനെ കടിച്ചു കൊന്നിട്ട് പോയി. അങ്ങനെ ഭയങ്കര ഭീഷണിയാണ്. ഇപ്പൊ ജനങ്ങൾക്ക് കുട്ടികളൊന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു നിവാരണം വേണം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. ഭരണകക്ഷിയുടെ യുവജന സംഘടന സമരം നടത്തിയതിനെ പരിഹസിച്ച് കോൺഗ്രസും അതിനെ എതിർത്ത് CPM കൗൺസിലർമാരും രംഗത്ത് വന്നതോടെയാണ് കൗൺസിൽ ബഹളമയമായത്. ആശുപത്രിക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ ജീവനക്കാരെ അനുകൂലിക്കുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിരുന്നത്. അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ നടത്തിയ സമരങ്ങളെ ആക്ഷേപിച്ചിരുന്നു. കാലങ്ങളായി ഇങ്ങനെ അനുകൂലിച്ചതിനു ശേഷമാണ് തിരിച്ചറിവിലേക്ക് വന്ന് ഡിവൈഎഫ്ഐക്ക് തന്നെ സമരത്തിനിറങ്ങേണ്ടി വന്നത്. ശരിക്കും സമരം നടത്തേണ്ടത് ആശുപത്രിക്ക് മുമ്പിലല്ലെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള നഗരസഭയ്ക്ക് മുമ്പിലാണെന്നും കോൺഗ്രസ് കൗൺസിലർ M. ഗോപൻ ആരോപിച്ചു. ഇതോടെ CPM കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. 4 കൗൺസിലർമാർ ജീവനക്കാരുടെ മുമ്പിൽ പോയിരുന്നാൽ സമരമാകില്ല. ഡിവൈഎഫ്ഐയെ ആരും സമരം ചെയ്യാൻ പഠിപ്പിക്കേണ്ടെന്നും
ഭരണപക്ഷമാണോ പ്രതിപക്ഷത്താണോ എന്ന് നോക്കിയല്ല തങ്ങൾ സമരം ചെയ്യാറുള്ളതെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ്, CPM കൗൺസിലർ ടി കെ രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു. കൃത്യമായി അത് ആര് ചൂണ്ടിക്കാണിച്ചാലും വേണ്ടതാണ് എന്ന് തോന്നുന്നിടത്ത് കൃത്യമായി ഇടപെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാതെ നിൽക്കാനുമോ ഈ കഴിഞ്ഞ 3.5 വർഷക്കാലത്താകുമോ ഉണ്ടായിരിക്കും മറിച്ചൊരു അനുഭവം പറയാം. അപ്പൊ ആ നിലയിൽ നമ്മൾ ആ കാര്യങ്ങളിൽ ഇടപെടുന്നു. മറ്റൊന്ന് DYFI ഒക്കെ സമരം ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാര്യം അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അത് അതിന്റെ സമരത്തിന്റെ വഴിക്കും ഭരണത്തിന്റെ വഴിക്കും പോകുന്നതാണ്. ആ രൂപത്തിൽ നിങ്ങൾ അതിനെ കാണണം. ഇവിടെ നമുക്ക് എടുത്തു നോക്കി കാര്യങ്ങൾ കൃത്യമായി ഇടപെടുകയും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമയാസമയം കൊടുക്കുന്നുണ്ട്. അത് ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. പോയിട്ട് പോയി കസേരട്ടെടുത്തിട്ട് ഇപ്പൊ തന്നെ പ്രശ്നം പരിഹരിക്കുന്നല്ല. ഈ പ്രതിഷേധം ഈ നാടിന്റെ പ്രതിഷേധമാണ്, യുവജനങ്ങളുടെ പ്രതിഷേധമാണ് എന്ന് ബോധ്യപ്പെടുന്ന പ്രകടനം നടത്തിയിട്ടാണ്. പക്ഷെ പ്രകടനം നടത്താൻ കുറച്ച് ആൾക്കാർ വേണം. 4 കൗൺസിലർമാർ പോയാൽ അത് പ്രതിഷേധമാണ്. അതിന് പ്രതിഷേധ പ്രകടനം നടത്താൻ നല്ല ഉച്ചിലുള്ള യുവാക്കൾ വേണം. അതിന് DYFI മാത്രം അതിന് എന്താ പറയുക സംഘടനപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളെ പ്രതിഷേധ മാർച്ച് നടത്താനുള്ളവർക്കറിയാം. ആ പ്രതിഷേധം പോലീസിട്ട് അവരെ അടക്കം പറഞ്ഞു മാറ്റി പോകാനുള്ള ആ ഒരു പ്രതിഷേധ രീതിയിലാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, നമ്മൾ പിന്നെയും കാണുന്നുണ്ട് നല്ല ഞങ്ങള് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് സൂപ്രണ്ടാണെങ്കിലും കൊള്ളാം, ഡോക്ടറാണെങ്കിലും കൊള്ളാം. ഈ സംവിധാനത്തെ ഈ LDF സർക്കാർ കേരളം ഭരിക്കുമ്പോൾ എന്താണോ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് അത് നടപ്പിലാക്കാനാണ് ഉദ്യോഗസ്ഥ, അല്ലാതെ അവരിഷ്ടപ്രകാരം നടപ്പാക്കാനല്ല. കൗൺസിലിലെ വനിതാ അംഗത്തിനെതിരെയും CPM മുൻ കൗൺസിലർക്കെതിരെയും ആശുപത്രി ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കേസെടുത്തപ്പോൾ ഈ പ്രതിഷേധം കണ്ടില്ലല്ലോ എന്ന മറുചോദ്യവും കോൺഗ്രസ് ഉന്നയിച്ചു. ഇതോടെ വാക്കുതർക്കങ്ങൾ മൂലം യോഗം ബഹളത്തിലായി. ഇതിനിടെയാണ് അജണ്ടകൾ ചർച്ച ചെയ്യാമെന്നും അജണ്ടകൾക്ക് പുറത്തുള്ള വിഷയങ്ങൾ സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി ഇടപെട്ടത്. പിന്നീട് ചെയർപേഴ്സണും UDF കൗൺസിലർമാർ തമ്മിലും ഇതിന്റെ പേരിലും തർക്കമുണ്ടായി. അജണ്ടകളിലാണ് ചർച്ച എന്നും പറയാൻ അവകാശമുണ്ടെന്നും കോൺഗ്രസ് തിരിച്ചടിച്ചു. ആശുപത്രി വാർഡുകളിലെ രോഗികൾക്ക് ചൂടുവെള്ളം ഉറപ്പാക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യവും കൗൺസിൽ അംഗീകരിച്ചു. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 120 താൽക്കാലിക ബാച്ചുകൾ. ജില്ലയിലെ 74 സർക്കാർ സ്കൂളുകളിലായാണ് 120 ബാച്ചുകൾ അനുവദിച്ചത്. ഇതോടെ ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച 2-അംഗ ഉദ്യോഗസ്ഥ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ +1ന് 120 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. ജില്ലയിലെ 74 സർക്കാർ സ്കൂളുകളിലായാണ് 120 ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 61 ബാച്ച് കൊമേഴ്സിലും 59 ബാച്ച് ഹ്യൂമാനിറ്റീസിലുമായാണ് അനുവദിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ സയൻസിൽ സീറ്റുകൾ നിലവിൽ അധികമാണെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. +1 ബാച്ച് ആവശ്യപ്പെട്ട സ്കൂളുകളിൽ ഭൗതിക സൗകര്യങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിയ 74 സ്കൂളുകൾക്കാണ് പുതിയ ബാച്ചുകൾ ലഭിച്ചത്. ജില്ലയിൽ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും വിദ്യാർത്ഥി യുവജന സംഘടനകളും സമരം നടത്തിയിരുന്നു. പുതിയ ബാച്ചുകൾ അനുവദിച്ചതോടെ +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുളിക്കാനായി തോട്ടിലിറങ്ങി ഒഴുക്കിൽപ്പെട്ട 79കാരി രക്ഷപ്പെടാനായി മരക്കൊമ്പിൽ തൂങ്ങി നിന്നത് 10 മണിക്കൂർ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പൂക്കാട്ടുകുറിശി ചന്ദ്രമതിയാണ് ഒഴുക്കിൽ നിന്ന് മനക്കരുത്തുകൊണ്ട് രക്ഷപ്പെട്ടത്. ഏറെ നേരത്തെ തെരച്ചിലിനു ശേഷമാണ് നാട്ടുകാർ കരകവിഞ്ഞൊഴുകിയ തോട്ടിൽ നിന്ന് ചന്ദ്രമതിയെ കണ്ടെത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കർക്കിടക മാസാരംഭമായതിനാൽ മുങ്ങിക്കുളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് ചന്ദ്രമതി വീടിന് സമീപത്തെ തോട്ടിലേക്ക് പോയിരുന്നത്. കൂടെ വീട്ടിലെ വളർത്തുനായയും ഉണ്ടായിരുന്നു. തോട്ടിലിറങ്ങിയ ഉടൻ നായ തിരിച്ചു പോയിക്കൊള്ളട്ടെ എന്ന ലക്ഷ്യത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞു. നല്ല ഒഴുക്കുണ്ടായിരുന്ന തോട്ടിൽ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിലേക്ക് വീഴുകയും ഒഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തു. നീന്താൻ അറിയാമായിരുന്ന ചന്ദ്രമതി കുറച്ചു ദൂരം ഒഴുകിയെങ്കിലും തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിൽ പിടുത്തമിട്ടു. ഒപ്പം തോട്ടിൻകരയിൽ ചവിട്ടി നിൽക്കാനുമായി. ഇങ്ങനെയാണ് 10 മണിക്കൂറോളം തൂങ്ങി നിന്നത്. ആദ്യം ഉണ്ടായത് രാവിലെ കുളിക്കാൻ പോയി. 6 മണിയൊക്കെ ഉണ്ടാവും. 6 മണി കഴിഞ്ഞിട്ട് 6 മണി ആയപ്പോൾ നായ വന്നു. നായനകത്ത് എറിഞ്ഞു. അപ്പൊ അങ്ങനെ വൈക്ക് വീണു.
അങ്ങനെ ഒന്ന് മുങ്ങി അങ്ങനെ ഒഴുകി പോയി കുറെ ദൂരം പോയി എന്നിട്ട് അപ്പം അതിനെ കൈകൊണ്ട് പൊത്തി പിടിച്ചിട്ട് അവിടെ മറ്റുമ്പോൾ ചവിട്ടി പിടിച്ചു നിന്നു. ആരെയും വിളിക്കാനും നിലവിളിക്കാനും ഒന്നും തോന്നി. അത് സഞ്ചാരം തോട്ടിൽ വെള്ളം ഉയരുകയും ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നാടൊട്ടുക്കെ ചന്ദ്രമതിക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു. കാണാതായി എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനിടെ 3:45ഓടെയാണ് നാട്ടുകാർ തോട്ടിൻകരയിൽ തൂങ്ങി നിൽക്കുന്ന ചന്ദ്രമതിയെ കണ്ടത്. ആ സമയം തോട് കര കവിഞ്ഞിരുന്നു. തുടർന്ന് വൈകിട്ട് 4 മണിയോടെയാണ് കയറുകെട്ടി നാട്ടുകാർ തോട്ടിലിറങ്ങി ഇവരെ കരയ്ക്കെത്തിച്ചത്. ഞങ്ങള് രാവിലെ ഇതൊക്കെ തെരഞ്ഞു ഈ പുറത്തു കൂടെ, പിന്നെ വെള്ളം ആയിരുന്നില്ല. ഒരു 3-4 മണിക്ക് ഞാൻ പയ്യന്മാരുടെ ചെക്കന്മാരുണ്ടായിരുന്നു കുറേ. അപ്പോൾ അവരോട് പറഞ്ഞ് നമുക്ക് അക്കരയിൽ പോയി നോക്കാം. അപ്പോൾ എനിക്ക് വണ്ടിക്ക് എണ്ണ അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ തൊട്ട വീട്ടിലൊരാളെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ നോക്കിയിട്ട് വരാം, നീ വരണമെന്ന് വെച്ചു. അപ്പോൾ അവന് ആളും വന്നു. ആളുടെ പേര് ഉണ്ണി എന്നാണ്, സുരേഷ് ശരിക്കുള്ള പേര്. ആൾ വന്നു. ഞങ്ങളത് താഴത്തു കൂടെ പറഞ്ഞ് നോക്കി, കണ്ടില്ല. പിന്നെ കുറേ അങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു അടയാളം കണ്ടു, ഒരു മരക്കൊമ്പലിങ്ങനെ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, പുള്ളിയെ നോക്കിയേക്കാ ആളെന്നെ തോന്നുന്നു. അപ്പോൾ ആൾ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴത്തെ കണ്ടിട്ട് ചാടിയിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, ആ ആളെന്നെ ഉണ്ണിയേട്ടാ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആൾ ഒന്നുകൂടി തോട്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഉണ്ണിയേട്ടൻ മരിച്ചിട്ടില്ല, ജീവനുണ്ട്, തല പോയിച്ചു. അപ്പോൾ പിന്നെ ഇവരൊക്കെ വിളിച്ചു. ഇവരെല്ലാവരും വന്ന് പിന്നെ കയറൊക്കെ ഇട്ട് കൊടുത്ത്. അത്രയും നേരം പിടിവിടാതെ ധൈര്യത്തോടെ ചന്ദ്രമതി അവിടെ തൂങ്ങി നിന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ലെങ്കിലും ചന്ദ്രമതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പരേതനായ ഗോപിയാണ് ഭർത്താവ്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടിട്ടും മനോധൈര്യം കൊണ്ട് 10 മണിക്കൂറോളം മരക്കൊമ്പിൽ പിടിച്ചു നിന്ന ചന്ദ്രമതി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ആത്മസുഹൃത്തായ ശാന്തകുമാരി. കുട്ടിക്കാലം തൊട്ടുള്ള ദൃഢമായ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ ഒരുമിച്ച് നീന്തൽ പഠിച്ചതുൾപ്പെടെ ഓർത്തെടുക്കുകയാണ് ഇവരിപ്പോൾ. ചൊവ്വാഴ്ച അതിരാവിലെ വീട്ടിൽ നിന്നും കാണാതായ ചന്ദ്രമതി എവിടെയാണെന്ന് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. 78കാരിയായ ചന്ദ്രമതിക്കായി ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയതിന്റെ കൂട്ടത്തിൽ സഹപാഠിയും കൂട്ടുകാരിയുമായ 76കാരിയായ ശാന്തകുമാരിയും ഉണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ടുള്ള വഴിപിരിയാത്ത സൗഹൃദമാണ് ഇവരുടേത്. തന്റെ ആത്മസുഹൃത്തിനെ തേടി പോകാവുന്ന ഇടങ്ങളിലെല്ലാം ശാന്തകുമാരിയും അലഞ്ഞു. എവിടെയും സുഹൃത്തിനെ കണ്ടെത്താനായില്ല. ഏറെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് മണിക്കൂറുകൾക്ക് ശേഷം വൈകിട്ട് 4:30 മണിയോടെ ചന്ദ്രമതിയെ കണ്ടുകിട്ടിയെന്നറിയുന്നത്. പ്രായം തളർത്താത്ത മനക്കരുത്തിൽ ഒഴുക്കിനെ അതിജീവിച്ച് ചന്ദ്രമതി ഒരു മരക്കൊമ്പിൽ പിടിച്ചിരുന്നത് 10 മണിക്കൂറിലധികം നേരമായിരുന്നു. കാര്യം തിരക്കിയപ്പോൾ കുളിക്കാൻ തോട്ടിലേക്ക് പോയതാണെന്നും കാൽവഴുതി തോട്ടിലകപ്പെട്ട് ഒഴുകിപ്പോയതാണെന്നും വെള്ളവും ഭക്ഷണമില്ലാതെ പേടികൂടാതെ ഒരു മരക്കൊമ്പിൽ മണിക്കൂറുകളോളം മുറുകെ പിടിച്ചു നിന്നുവെന്നും കേട്ടപ്പോൾ ശാന്തകുമാരിയുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് നീന്തൽ പഠിച്ചത്. 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആളെ കണ്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ എവിടെ പോയി എന്താണെന്നുള്ളത് ബേജാറിലിരിക്കുകയായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു സന്തോഷം ആയി. വെള്ളത്തിൽ കൂടെ ഒരിക്കലും ഒഴുകി പോവില്ല. പക്ഷെ നീന്തൽ പഠിക്കൊണ്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് ദൂരം പോയി പിടിച്ച് നിന്നു വെള്ളത്തിൽ. അങ്ങനെ പിന്നെ എല്ലാവരും തിരഞ്ഞ് പോയപ്പോൾ കാണുകയും ചെയ്തു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ആളെ കണ്ടെത്തി. 4:30 അപ്പോഴേ ആളെ കണ്ടെത്തി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾ കാണാനുള്ള ഇനി ഞങ്ങൾക്ക് വളരെ ആയുസ്സും. മരണത്തെ മുഖാമുഖം കണ്ട വലിയ അപകടത്തിൽ നിന്ന് ആത്മസുഹൃത്തിന് തിരികെ ലഭിച്ചതിന്റെ സന്തോഷം. കുട്ടിക്കാലത്ത് ഇതേ തോട്ടിൽ ഒരുമിച്ചാണ് ചന്ദ്രമതിയും ശാന്തകുമാരിയും നീന്തൽ പഠിച്ചത്. ചെറുപ്പം തൊട്ട് നാളിതുവരെയും ഒരുമിച്ച് കഴിഞ്ഞവർ. പെട്ടെന്നൊരു നിമിഷം ചന്ദ്രമതിയെ കാണാതായെന്നറിഞ്ഞപ്പോൾ ശാന്തകുമാരിക്കുണ്ടായ പ്രയാസം ചെറുതായിരുന്നില്ല. തനിക്കിത് 2ാം ജന്മമാണെന്ന് ചന്ദ്രമതി പറയുമ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള ആത്മസുഹൃത്തിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് ഇരുവരും. ഒറ്റപ്പാലം കിഴൂർ റോഡിലെ ദുരിതക്കുഴികൾ KRFBയുടെ നേതൃത്വത്തിൽ അടച്ചു തുടങ്ങി. പാതയുടെ നവീകരണത്തിനായുള്ള ടെൻഡർ ഈ മാസം 29-ന് ഓപ്പൺ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. മലബാർ സിറ്റി ന്യൂസ് ഇമ്പാക്ട്.
മഴക്കാലപൂർവ്വ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുഴികൾ അടയ്ക്കുന്നത്. ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പാത, കോതകുറിശി വാണിയംകുളം റോഡുകളിലെ കുഴികളാണ് താൽക്കാലികമായി അടയ്ക്കുന്നത്. GSP ഇട്ടും ഷെൽമാക്ക് ഉപയോഗിച്ചുമാണ് കുഴികൾ അടയ്ക്കുന്നത്. കൂടാതെ പാതയിലെ അപകടകരമായി നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകളും വെട്ടിമാറ്റും. പാതയിലെ ദുരിതയാത്രയെക്കുറിച്ച് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. നിരവധി പ്രതിഷേധങ്ങളും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഉയർന്നിരുന്നു. അതേസമയം ഒറ്റപ്പാലം കോതകുറിശി റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 29-ന് ടെൻഡർ ഓപ്പൺ ചെയ്യുമെന്നും KRFBക്ക് അധികൃതർ അറിയിച്ചു. 54.29 കോടി രൂപ ചെലവഴിച്ചാണ് പാത നവീകരിക്കുന്നത്. പാതയുടെ നവീകരണത്തിനായി റോഡ് PWD KRFBക്ക് കൈമാറിയിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. മണ്ണാർക്കാട് തെങ്കര തൊടുകാട് മരക്കടവൻ കരീം ആണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അമ്പംകുന്നത്തുള്ള യത്തീംഖാനയിലെ വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് കഴിഞ്ഞ ദിവസം കരീമിനെ അറസ്റ്റ് ചെയ്തു. യത്തീംഖാനയിലെ അന്തേവാസിയാണ് വിദ്യാർത്ഥി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നാടുകാണി ചുരം മാലിന്യമുക്തമാക്കാൻ നടപടി ആരംഭിച്ചു. വഴിക്കടവ് ആനമറിയിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായാണ് ജില്ലാ അതിർത്തിയായ വഴിക്കടവ് ആനമറിയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനും വഴിക്കടവ്, വടപ്പുറം എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും 2 മാസം മുമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആദ്യ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വഴിക്കടവിലെ ആനമറിയിൽ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ഒരുക്കിയത്. ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ബോധവൽക്കരണം നടത്തും. ചുരത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനെതിരെ യാത്രികരെയും വിനോദസഞ്ചാരികളെയും ബോധവൽക്കരണം നടത്തും. ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകും. 2ാം ഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും. ചുരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. ശുചീകരണ തൊഴിലാളികളെ നിയമിക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ കഫ്റ്റീരിയയും ബദൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനവും ഒരുക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ, LSTD അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു PB, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആരാധനാലയത്തിന് നൽകിയ അനുമതി പിൻവലിച്ച സംഭവം രേഖകൾ ഹാജരാക്കാൻ ന്യൂനപക്ഷ കമ്മീഷന് നിർദ്ദേശം. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന കമ്മീഷന്റെ അദാലത്തിൽ AR നഗർ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. ആരാധനാലയത്തിന് നൽകിയ അനുമതി പിൻവലിച്ച സംഭവത്തിൽ മമ്പുറം വീക്കേപ്പടി ഇശാഅത്തുൽ ഉലും സംഘം സെക്രട്ടറി നൽകിയ പരാതിയിലാണ് AR നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖകൾ ഹാജരാക്കാൻ ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശിച്ചത്. ആരാധനാലയം നിർമ്മിക്കാൻ NOC അനുവദിച്ച ശേഷം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചില്ലെന്ന പരാതിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാനാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദ്ദേശം. കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് നടന്നത്. വീക്കേപ്പടി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14-ൽപ്പെട്ട സ്ഥലത്ത് ആരാധനാലയം നിർമ്മിക്കുന്നതിനായി 2023 ജൂൺ 2-ന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. നവംബർ 13-ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരാധനാലയം നിർമ്മിക്കാൻ NOC അനുവദിക്കുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് ബിൽഡിംഗ് പെർമിഷൻ ഫീസ് അടയ്ക്കാനെത്തിയപ്പോൾ ഫീസ് സ്വീകരിക്കാതെ തിരിച്ചയക്കുകയായിരുന്നുവെന്നാണ് പരാതി. തുടർന്ന് പരാതിക്കാരൻ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. സംഭവത്തിൽ നിയമപരമല്ലാത്ത ഇടപെടൽ നടന്നുവെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ ഈ ആരാധനാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു.
മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്ഥലപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നൽകിയ പരാതിയും കമ്മീഷൻ പരിഗണിച്ചു. മെഡിക്കൽ കോളേജിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കമ്മീഷനെ അറിയിച്ചു. അദാലത്തിൽ 14 കേസുകളാണ് പരിഗണിച്ചത്. ഇതിൽ 2 പരാതികൾ തീർപ്പാക്കി. 12 പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതുതായി 3 പരാതികളും കമ്മീഷന് ലഭിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ അപകടങ്ങൾ പതിവാകുന്നു. വാഹനങ്ങളുടെ അമിത വേഗതയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വ്യത്യസ്ത അപകടങ്ങളാണ് നടന്നത്. അമിത വേഗതയിലെത്തിയ വാഹനങ്ങൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ആപത്തുകൾ ഒഴിവാകുന്നത്. ഈ പാതയുടെ നവീകരണം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടെ 30-ലേറെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള ഇറക്കവും വാഹനങ്ങളുടെ അമിത വേഗതയും കൂടിയാകുമ്പോൾ ചെറിയ അശ്രദ്ധ പോലും അപകടമുണ്ടാക്കുന്നു. പുതിയ റോഡിൻ്റെ നിർമ്മാണം നടന്നതിന് ശേഷം മാത്രം ഇപ്പോൾ 30ഓളം അപകടങ്ങൾ ഇവിടെ കഴിഞ്ഞു. അതിനനുസരിച്ച് തന്നെ സ്കൂൾ PTA എന്ന നിലയിലും അതുപോലെ തന്നെ വെളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുളിഞ്ചോട് കൂട്ടായ്മ എന്ന നിലയിലൊക്കെ നിരവധി പരാതികളും അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും ഇതുവരെ അത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ എത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. 700ഓളം കുട്ടികൾ പഠിക്കുന്ന UP സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പരിസരത്താണ് ഈ അപകടങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. വലിയ ഒരു ഭാഗ്യമെന്നോണം ഇതുവരെ മക്കൾക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അധികൃതർ അത് സംഭവിച്ചാലേ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി നടപടികളിലേക്ക് നാട്ടുകാരെന്ന നിലയിൽ പുളിഞ്ചോട് കൂട്ടായ്മ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ. ഗവൺമെന്റ് UP സ്കൂളിന് തൊട്ടടുത്താണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. സ്കൂൾ PTA-യും പ്രദേശത്തെ പുളിഞ്ചോട് കൂട്ടായ്മയും നിരവധി തവണ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടന്നതാണ്. എന്നാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമഹർജി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ PTA എന്ന നിലയിൽ നിരവധി പരാതികൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പുളിഞ്ചോട് കൂട്ടായ്മ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് MVDയുടെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അവിടെ വന്ന് പരിശോധന നടത്തുകയും ഒരു ഹമ്പ് സ്ട്രിപ്പ് ഉൾപ്പെടെ അവിടെ സ്പീഡ് ബ്രേക്കർ അതുപോലെ തന്നെ മറ്റു ഹമ്പുകളൊന്നും നിർമ്മിക്കാൻ ആ ഇറക്കത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒരു ഹമ്പ് സ്ട്രിപ്പ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നമ്മൾ 6 മാസത്തിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായി വിളിച്ച സമയത്ത് അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറയുകയും അതുപോലെ തന്നെ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ സ്ഥലം മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നിങ്ങളുടെ ഭാഗം മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് പല ഏരിയകളും വീണ്ടും കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുട്ടികൾക്കുൾപ്പെടെ അപകടം സംഭവിക്കുന്ന ആ ഏരിയയിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരെല്ലാവരും വന്നുകൊണ്ട് ആ ഭാഗമൊന്ന് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ PTA ഭാരവാഹി എന്ന നിലയിൽ ആവശ്യപ്പെടാനുള്ളത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പ്രേം നസീർ സൗഹൃദ സമിതിയുടെ മികച്ച സിനിമാ സംവിധായകനുള്ള പുരസ്കാരം ആലിപ്പറമ്പ് സ്വദേശി രോഹിത് MG കൃഷ്ണൻ കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിൽ നിന്നും രോഹിത് MG കൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇരട്ട എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് രോഹിത്തിന് പുരസ്കാരം ലഭിച്ചത്. രോഹിത് MG കൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമാണ് ഇരട്ട. ജോജു ജോർജ് അഭിനയിച്ച ഈ ചിത്രം പ്രമേയം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഇരട്ടയുടെ സംവിധാനത്തിനാണ് മികച്ച സംവിധായകനുള്ള പ്രേം നസീർ സൗഹൃദ സമിതിയുടെ പുരസ്കാരം രോഹിത് MG കൃഷ്ണന് ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിൽ നിന്ന് രോഹിത് പുരസ്കാരം ഏറ്റുവാങ്ങി. ആലിപ്പറമ്പ് സ്വദേശിയായ രോഹിത് ചെർപ്പശ്ശേരി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനാണ്. മുമ്പ് വിവിധ പ്രമേയങ്ങൾ ആധാരമാക്കി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അലനല്ലൂരിലെ സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന് വേണ്ടി കോട്ടപ്പാടം കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ സമാഹരിച്ച തുക സ്നേഹതീരം സെന്റർ ഭാരവാഹികൾക്ക് കൈമാറി. ഒരേ സമയം 10 പേർക്കും സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് സെന്ററിൽ ഒരുക്കുന്നത്. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RC ഫൗണ്ടേഷൻ എന്ന സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് കീഴിലാണ് അലനല്ലൂരിൽ സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ ആരംഭിക്കുന്നത്.
ഒരേ സമയം 10 പേർക്കും ഒരു ദിവസം കുറഞ്ഞത് 50 പേർക്കും സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 80% പൂർത്തിയായി. ഇനിയും 25 ലക്ഷത്തോളം രൂപയുടെ ചെലവ് കണക്കാക്കുന്നുണ്ട്. ഈ പണം കണ്ടെത്തുന്നതിനായി ജൂൺ 12-ന് സ്നേഹതീരം ഡയാലിസിസ് സെന്റർ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ 1050 പാക്കറ്റ് ബിരിയാണി ഓർഡർ നൽകി വിതരണം ചെയ്തു. അതിലൂടെ സമാഹരിച്ച 1 ലക്ഷം രൂപയാണ് സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിറ്റീവ് കെയർ സെന്ററിന് കൈമാറിയത്. അലനല്ലൂർ കൊമ്പാക്കൽ കുന്നിൽ നമ്മൾ തുടങ്ങുന്ന സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഏകദേശം 80% വർക്കുകൾ പൂർത്തീകരിച്ച് ബാക്കിയുള്ള വർക്കുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ബിരിയാണി ചലഞ്ച് നമ്മൾ തീരുമാനിച്ചത്. ആ തീരുമാനം അനുസരിച്ച് കൈത്താങ്ങുമായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റു 2 പഞ്ചായത്തുകളിലെ 40ഓളം വരുന്ന ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അകമഴിഞ്ഞ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുണ്ടലക്കാട് കൈത്താങ് കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഉമ്മർ ഒറ്റകത്ത്, പ്രസിഡന്റ് RM ലത്തീഫ്, ട്രഷറർ CP രാമചന്ദ്രൻ, സ്നേഹതീരം ഭാരവാഹികളായ ഉസ്മാൻ സക്കാഫി, ഹൈദരലി വേങ്ങ, മുഹമ്മദ് അലി പറമ്പത്ത്, കുണ്ടലക്കാട് കൈത്താങ് കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുകുമാരൻ, NP അബ്ദു, CP വിപിൻ, കോടിയിൽ സാജിദ്, CP ദിനു തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പാടം കൊടക്കാട് EMS പൊതുജന വായനശാല മുഖേന അപേക്ഷിച്ച വനിതകൾക്ക് 5% സബ്സിഡിയിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ICDC ചെയർമാൻ ചോലയിൽ വാസുദേവൻ മെഷീനുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായ കടമ്പളിപ്പുറം ICDC, സോഫ്കോ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൊടക്കാട് EMS പൊതുജന വായനശാല മുഖേന നൽകിയ അപേക്ഷയിൽ വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത്. 50% സബ്സിഡിയിൽ 50 പേർക്ക് മെഷീനുകൾ വിതരണം ചെയ്തു. ICDC ചെയർമാൻ ചോലയിൽ വാസുദേവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതെന്ന് പറയുന്നത് ഒരു രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു നിയമത്തിന്റെ ഭാഗമായി CSR ആക്ട് എന്ന് പറയുന്ന രാജ്യത്തുള്ള കമ്പനികൾ, ആ കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ 2% തുക 500 കോടി രൂപയുടെ മേലെ വിറ്റുവരവുള്ള കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ 2% തുക അവർ CSR ഫണ്ടായി രാജ്യത്തെ പൊതുനന്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കപ്പെടുന്ന തുക അവിടെ തന്നെ കമ്പനികളുടെ മാർക്കറ്റിംഗ് ഫണ്ട്, കമ്പനികളുടെ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട്, അവരുടെ ക്രൗഡ് ഫണ്ട് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ കണ്ടെത്തി ഒരു പ്രൊജക്ട് തയ്യാറാക്കി. മേലെക്കൊടക്കാട് KVK റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ K വിജയകൃഷ്ണൻ അധ്യക്ഷനായി. വള്ളുവനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സെക്രട്ടറി P അബ്ദുൽ കരീം, ICDC ഡയറക്ടർ ബീന സുരേഷ്, CEO VR ദീപ, സോഫ്കോ CEO P അംബിക, K സോമകുമാരൻ, EMS പൊതുജന വായനശാല സെക്രട്ടറി C രാമൻകുട്ടി, ഗലീലിയോ ബാലവേദി സെക്രട്ടറി C അനഘ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. പാലക്കാടും മലപ്പുറം ഉൾപ്പെടെ 10 ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. മഴയ്ക്കൊപ്പം വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും. ചെറുപ്പശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. വീട്ടമ്മയ്ക്ക് പരിക്ക്. മറ്റൊരു വീടിന്റെ ചുമർ മഴയിൽ ഇടിഞ്ഞു വീണു. മണ്ണാർക്കാട് മുക്കണ്ണം ശിവക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം കടപുഴകി വീണു. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 120 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. 74 സർക്കാർ സ്കൂളുകളിലായാണ് ബാച്ചുകൾ അനുവദിച്ചത്. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലുമാണ് പുതിയ ബാച്ചുകൾ. മണ്ണാർക്കാട് തെന്നാരിയിൽ തെരുവുനായ ആക്രമണം. 13കാരനുൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ കടിച്ചതായി നാട്ടുകാർ. ഒറ്റപ്പാലം കിടൂർ റോഡിലെ കുഴികൾ KRB അടച്ചു തുടങ്ങി. പാതയുടെ നവീകരണത്തിനായുള്ള ടെൻഡർ ഈ മാസം 29-ന് ഓപ്പൺ ചെയ്യുമെന്നും അധികൃതർ. മലബാർ സിറ്റി ന്യൂസ് ഇംപാക്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെ DYFI നടത്തിയ മാർച്ചിനെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ ബഹളം. ഭരണകക്ഷി യുവജന സംഘടനയുടെ സമരത്തെ പരിഹസിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. വിഷയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ രൂക്ഷമായ വാഗ്വാദം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.